ഒറ്റ ക്ലിക്കിൽ ഡാവിഞ്ചിയിൽ എങ്ങനെ ക്യാമറ ഓഡിയോയും എക്സ്റ്റേണൽ റെക്കോർഡഡ് ഓഡിയോയും എങ്ങനെ സിങ്ക് ചെയ്യാമെന്ന് നോക്കിയാലോ. മീഡിയ പിന്നിലേക്ക് നമ്മുടെ ക്യാമറ ക്ലിപ്സും ഓഡിയോ ക്ലിപ്സും ഇമ്പോർട്ട് ചെയ്യാം. ഈ മുകളിൽ കാണുന്നതാണ് നമ്മുടെ ക്യാമറ ഓഡിയോസും താഴെ കാണുന്നതാണ് എക്സ്റ്റേണൽ റെക്കോർഡ് ചെയ്ത ഓഡിയോസും. ഇത് നമുക്ക് മീഡിയ പേജിൽ എങ്ങനെ സിങ്ക് ചെയ്യാമെന്ന് നോക്കാം. എല്ലാ ഫയൽസും സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയോ സിങ്ക് കാണാം. അതിൽ ഓട്ടോ സിങ്ക് കൊടുക്കുക. നെക്സ്റ്റ് അതിൽ ഞാൻ സിങ്ക്രണൈസിങ് യൂസിംഗിൽ വേവ് ഫോം ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് സിങ്ക് കൊടുക്കുക. നമ്മുടെ ക്ലിപ്പൊക്കെ അവിടെ സിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിങ്ക് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്യാമറ ക്ലിപ്പിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഏത് ഓഡിയോ ക്ലിപ്പാണോ സിങ്ക് ആയത് ആ ഓഡിയോ ക്ലിപ്പിന്റെ നെയിം അവിടെ കാണിക്കും. ഇവിടെ ഈ സിങ്ക് ഓഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ടോപ്പിൽ നമ്മുടെ ക്ലിപ്പ് നെയിമിന്റെ അവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമൈസ്ഡ് കോളം കാണും. അതിൽ സിങ്ക് ഓഡിയോ കൊടുത്ത് സേവ് ചെയ്താൽ മതി. ഇനി എഡിറ്റ് പേജ് പോയിട്ട് മീഡിയ ബിന്നിൽ നിന്ന് ആ ഒരു ക്ലിപ്പ് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലേക്ക് ഇട്ടാൽ നമുക്ക് ക്യാമറ ഓഡിയോയും എക്സ്റ്റേണൽ ഓഡിയോ സിങ്ക് ആയിട്ടുള്ള ഫയലാണ് കിട്ടുക. വേറൊരു ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ ക്ലിപ്പും എക്സ്റ്റേണൽ ഓഡിയോസും ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. ഓരോ ക്ലിപ്പും ഓരോ ഓഡിയോയും സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഓട്ടോ അലൈന് ക്ലിപ്പ് കൊടുക്കുക. വേവ് ഫോം ആക്കി കൊടുത്തിട്ട് സിങ്ക് ആണെന്നാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ക്ലിപ്പും സെപ്പറേറ്റ് ആയിട്ട് സിങ്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡിലാണെങ്കിൽ നമ്മൾ ഒറ്റ ക്ലിക്കിൽ എല്ലാ ക്ലിപ്പും നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ സിമ്പിൾ അല്ലേ?